നമസ്കാരം അച്ഛാ. അച്ഛൻ ടോപ്പ് ഫിലിം സ്റ്റാർ സ്നേഹ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. കൂടെ പോരുന്ന് കരുതിയില്ല, പക്ഷെ പോന്നു. എന്ത് ചെയ്യാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ അനുവാദത്തോടുകൂടി ഞങ്ങളൊരു പുതിയ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തോട്ടെ അച്ഛാ. എന്റെ വിഷമങ്ങളും അവസ്ഥകളൊക്കെ പങ്കുവെക്കാൻ എനിക്ക് ഇവിടെ തന്നെ മതിടാ. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കൊട്ടും കുരവയും ആളുകളില്ലേരും കുഞ്ഞാണല്ലേ. കൊട്ടും കുരവയും ആളുകളില്ലേരും കൂളിപ്പോടാ. എല്ലാം പറഞ്ഞുതരാം. കൊട്ടും കുരവയും ആളുകളില്ലേരും. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എന്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. തീരാനൊരു താരിച്ചരടായി എന്റെ കൺട്രോൾ വിട്ടു ഈശ്വര. നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ദേശീയപരമ്പോ ടിക്ടോക്കുള്ള ദേശീയ. കൊട്ടും കുരവയും ആളുകളില്ലേലും എന്ന് വീഴാനൊരു താരിച്ചരടായി. സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. പ്രകാശ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. കാരണം സ്നേഹിച്ചാണ്ടല്ല ചങ്ക് പറിച്ചേരവര്. നമ്മളൊരവസരം കൊടുക്കാനിട്ടാണ് അവർക്ക്. മംഗളാരതും ധുരതാമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക. എന്തുവാണ് ഇത്? ആരാ സാറേ വന്നിട്ട് പോയത്? വിയറ്റ്നാമിന്ന് വന്ന അളിയനാ. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു. പക്ഷെ നിലവിളക്കിൽ തിരിയിട്ട് കത്തിക്കാൻ അമ്മ മറന്നു. അതെ, നിന്റെ തലക്കിൽ വെക്കുമ്പോ കത്തിക്കാം. മനസ്സിലായില്ല. നീ വിഷമിക്കാൻ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല.
ദീപം കിട്ടിയ കൊല്ലി ഞാൻ. ദീപം ദീപം കയ്യിൽ. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.